ഹായ് കുഞ്ഞുങ്ങളെ, അപ്പോൾ നമ്മുടെ ഓണം എക്സാമിനേഷനെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ഓണം എക്സാമിനേഷന് പല കുട്ടികൾക്കും പല പോരായ്മകളും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആ പിഴവുകളൊക്കെ തിരുത്താനുള്ള ഒരു അവസരമാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഫിസിക്സിൽ ക്രിസ്മസ് എക്സാമിനേഷന് 10 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 4 ചാപ്റ്ററുകൾ നമ്മൾ ഓണം എക്സാമിനേഷന് വേണ്ടി പഠിച്ചു കാണും. ഇനി അത് പഠിക്കാത്തവരുണ്ടെങ്കിൽ പേടിക്കേണ്ട, നമ്മൾ റിവിഷൻ ഒക്കെ വരുന്നുണ്ട്, നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട മക്കളെ. അപ്പോൾ അവസാനത്തെ 6 ചാപ്റ്ററിനെ കുറിച്ചാണ് നമുക്കിനി നോക്കാനായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ആണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു ചെറിയ ചാപ്റ്ററാണ് ആ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അവിടെ പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചാപ്റ്റർ നിങ്ങൾ കുഴപ്പിക്കത്തില്ല. പിന്നീട് വരുന്നത് ആൾട്ടർനേറ്റീവ് കറണ്ട് ആണ്. ഏകദേശം 8 മാർക്കോളം വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ആൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറയുന്നത്. അവിടെ മാത്തമാറ്റിക്കലായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഫേസർ ഡയഗ്രവും LCR സർക്യൂട്ടും ഒക്കെ നമ്മളെ കുഴപ്പിക്കാൻ പോകുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ആൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്ററാണ്, ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. അവിടെയും നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ കുഴപ്പിക്കും. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും അതേപോലെ തന്നെ വേവ്സിന്റെ പ്രോപ്പർട്ടിയും നമ്മളെ കുഴപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവിടെ നിന്ന് 2-3 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലോട്ട് വരുമ്പോഴാണ് നിങ്ങളെ കുഴപ്പിക്കാൻ പോകുന്ന 2 ഭീമാകാരമായ ചാപ്റ്ററുകൾ ഇരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. +2 ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്ററാണ് റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒരു കാലത്ത് 12 മാർക്ക് വരെയാണ് ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. റേ ഒപ്റ്റിക്സ് നിങ്ങൾ കരുതും ഞങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചല്ലേ, റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒക്കെ അല്ലേ സാറേ ഇവിടെ വരുന്നത്, അതൊക്കെ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് പഠിച്ചെടുത്തുകൂടെ. പക്ഷേ നിങ്ങൾ പണ്ട് പഠിച്ച റേ ഒപ്റ്റിക്സ് അല്ല ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്ന റേ ഒപ്റ്റിക്സ്. കൊമ്പൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിക്കാൻ പറ്റുന്ന മനോഹരമായ എന്നാൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന മറ്റൊരു ചാപ്റ്ററാണ് വേ ഒപ്റ്റിക്സ്. രണ്ടിലും ഒപ്റ്റിക്സ് ഉണ്ട്. ഒപ്റ്റിക്സിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, റേ ഒപ്റ്റിക്സും വേ ഒപ്റ്റിക്സും. വേ ഒപ്റ്റിക്സിന് ഇതുവരെ കേൾക്കാത്തൊരു സംഗതിയാണ്. എടാ മക്കളെ, നമ്മുടെ ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ട് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നമ്മളുടെ വേ ഒപ്റ്റിക്സ്. ഇതുവരെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ലൈറ്റിന് പാർട്ടിക്കൽ നേച്ചർ ആണെന്നൊക്കെയാണല്ലേ. എന്നാൽ പെട്ടെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു ലൈറ്റിന് എന്ത് നേച്ചർ ഉണ്ട്, വേവ് നേച്ചർ ഉണ്ട്. അവിടെ കുറേ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആ ഡെറിവേഷനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാം. മക്കളെ, പല സ്കൂളുകളിലും ഈ വേ ഒപ്റ്റിക്സ് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതൊക്കെ നമുക്കൊന്ന് മാറ്റി നിർത്തിയിട്ട് അടിപൊളിയായിട്ട് നമുക്കിതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ സൈലത്തിൻ്റെ പ്ലാനുകളോടൊപ്പം നിങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് മുഴുവൻ മാർക്കാണ് ഫിസിക്സിൽ. അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. നമ്മുടെ വാട്സാപ്പ് ചാനലുണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. നിങ്ങളുടെ സ്വന്തം ഫാക്കൽറ്റി തന്നെ ആയിരിക്കും അവിടെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ലൈവുകളിലും ഇനിയുള്ള കണ്ടന്റ് വീഡിയോകളൊക്കെ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.